ജൂലിയെ ഒന്ന് നന്നായിട്ട് നോക്കിക്കോളണേ. കണ്ണു തെറ്റിയാ അവള് നിങ്ങളെ വിൽക്കും. ഹലോ ഇൻസ്പെക്ടർ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ ബ്ലാക്ക് എവിടെ? കുറെ നാളായല്ലോ കണ്ടിട്ട്. അയാളില്ലാതെ ഭയങ്കര ബോറടിക്കുന്നു എനിക്ക്. ക്യാപ്റ്റൻ ബ്ലാക്ക് നായാട്ടിന് പോയിരിക്കുക, മൃഗങ്ങളെ വേട്ടയാടാൻ. ഐ സീ. താമസിയാതെ നീ അത് മനസ്സിലാക്കും. ആ പിടിച്ചു. തുറക്കടി. അടച്ചു വെച്ചിട്ട് പോയ ജാക്കിയുടെ തലയ്ക്ക് ഒന്ന് കൊടുക്കണം. വാൾട്ടർ രക്ഷപ്പെട്ടു. കഥവൊക്കെ അടച്ചു പൂട്ട. നിധിയുള്ള ദ്വീപ് കണ്ടിട്ടുണ്ടോ? നിധിയുള്ള ദ്വീപോ? കൊള്ള, നല്ല രസമായിരിക്കും. ആരാ അത്? ഞാൻ അല്പം ബിസിയാ. സാർ, ഫ്ലൈറ്റ് ലാൻഡ് ആവാൻ പോകുന്ന സമയത്ത് ലാബറട്ടറിയിൽ നിങ്ങൾ എന്തെടുക്കുക? ഇതാ പടയാ, ഇത് ലാബറട്ടറി അല്ല, ലാബറട്ടറിയാ. ഞാൻ ആ മൃഗത്തെ നശിപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. നീ പോയി നിന്റെ ജോലി നോക്ക്. മമ്മി വിഷമിക്കണ്ട, മമ്മി രക്ഷിക്കാൻ ഞാൻ വരും. ഇതാണ് ആ കൊട്ടാരം. എവിടെ? ഈ സ്ഥലത്തായിരിക്കണം. താളിഓലയിൽ ഈ സ്ഥലമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത് അർദ്ധരാത്രിയല്ലേ? എനിക്കും അറിയാവടാ. ഞാനെന്താ പട്ടാപ്പകലാണെന്നാണോ പറഞ്ഞതിനോട്? ഷിൻഡു എന്താ ചെയ്യുന്ന അങ്കിൾ? തന്റെ വർഗത്തിൽപ്പെട്ട ഡ്രാഗൺസിനെ വിമോചിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇത്? ഇതും ഒരു ഡ്രാഗൺ ആണോ അങ്കിൾ? ഇതാണ് ഞാൻ പറഞ്ഞ ഷിൻഡുവിന്റെ വർഗത്തിൽപ്പെട്ട ഡ്രാഗൺ. ഇനി നമ്മുടെ ജോലി ആരംഭിക്കാം. വേണ്ട, ഇതിനെ ആയുധം കൊണ്ട് നശിപ്പിക്കാനാവില്ല. മന്ത്രത്തെ മന്ത്രം കൊണ്ടേ നശിപ്പിക്കാൻ സാധിക്കൂ. ഇപ്പോൾ വേണ്ട. ജാക്കി, ഈ ദ്രാവകത്തെ നിന്റെ കൈയിൽ പൂശിയാൽ സിന്ധുവിന്റെ ദേഹത്തുള്ള 12 മാന്ത്രിക കല്ലുകളെ നിനക്കെടുക്കാൻ സാധിക്കും. എന്ത്? 12 കിട്ടുമെന്നോ? ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേ? സിന്ധുവിന്റെ അടുത്ത് 12 മാന്ത്രിക കല്ലുകൾ ഉണ്ടെങ്കിലും അതിൽ ചില കല്ലുകൾ അവളെ സംരക്ഷിക്കില്ല. ഉദാഹരണത്തിന്, എലി മാന്ത്രിക കല്ല് നമ്മുടെ കൈയിൽ കിട്ടിയ അതുകൊണ്ട് നമുക്ക് സിന്ധുവിനെ വെള്ളം കുടിപ്പിക്കാം. വീണ്ടും അതിനെ ഒരു പ്രതിമയാക്കി മാറ്റാൻ കഴിയും. വേഗം ജോലി തീർക്ക്, അർദ്ധരാത്രി ആവാൻ പോകുന്നു. ആരാണത്? ആടിന്റെ മുദ്രയുള്ള മന്ത്രികൾ. നീ ഇനിയും ജീവിച്ചിരിക്കുകയാണോ? അത് ഈ മാന്ത്രികക്കല്ലിന്റെ മഹിമയാണോ?